ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ സമ്മർ സീരീസിലെ മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. കോട്ടണിൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ്. നെക്ക് മാത്രമാണ് നമ്മൾ കുറച്ച് മാറ്റി ചെയ്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ലൈനിങ് നമ്മൾ കൊടുക്കണില്ല കേട്ടോ. ഇത് മീറ്റർ 129 അങ്ങനെ എന്തോ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനിത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചിപ്പൂൻ്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഷോൾഡർ 6 ഇഞ്ചാണ്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടേക്കും 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വേറൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുക്കുന്നത്, നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. പേപ്പർ ക്യാൻവാസിലാണ് നമ്മളിത് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യുക. ഞാൻ ആദ്യം 5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് 1 ഇഞ്ചും കൂടി താഴ്ത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 6 ഇഞ്ച് കൊടുത്തു കേട്ടോ. വേണമെങ്കിൽ കുറച്ച് 7-7.5 വരെയൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നോക്കിയിട്ട് ആണ് ലാസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. പേപ്പർ ക്യാൻവാസിൽ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും കാണിക്കുന്നില്ല. പേപ്പറിൽ അയൺ ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയത് കേട്ടോ. പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റിൻ്റെ 4/1 കണ്ടിട്ട് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. 1.5 കൊടുത്താലും മതി, 1 കൊടുത്താലും മതി. നമുക്ക് ലൂസാക്കേണ്ടിയൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ഞാനൊരു 13 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഷേപ്പിൻ്റെ 4/1 കണ്ടിട്ട് ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അതിനുശേഷം ഹിപ്പിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയും 4/1 കണ്ടിട്ട് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുക്കുക. എത്രയാണോ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ കൊടുക്കുന്നത് അതന്നെ താഴേക്കും സീം അലവൻസ് കൊടുത്ത് വരിക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു 3 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ 3 പോയിൻറ്റിനെയും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. നമ്മളല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. കറക്റ്റ് ആ ഒരു ഇങ്ങനെ കോർണർ പോലെ കൊണ്ടുവന്ന് നിർത്തണ്ട, ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റാണ് താഴേക്ക് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഹിപ്പിൻ്റെ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് താഴേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. പിന്നെ അവിടെ നമ്മൾ ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി. 1/2 ഇഞ്ചിൽ മടക്കിയാൽ മതി കേട്ടോ, വല്ലാണ്ട് വീതിയിൽ മടക്കണ്ട. എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. 6ൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോൾ കർവ് വെച്ച് മാർക്ക് ചെയ്യാറില്ലേ, അതേ രീതിക്ക് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ താഴേന്ന് സ്ലെറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെ കട്ട് ചെയ്ത് ഷേപ്പ് കട്ട് ചെയ്ത് വന്നിട്ട് ബാക്കിലെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പോയിൻ്റ് കൂടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ മാത്രം കുഴിച്ച് വെട്ടി കൊടുത്താൽ മതി കേട്ടോ. സ്ലോപ്പ് കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ സ്ലോപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്നെടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ടിൽ മാത്രം ഒന്ന് കൈ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 2.5 മീറ്റർ, 2.25 മീറ്ററാണ് ഈ ഒരു തുണിയുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് 3/4 സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഫുൾ സ്ലീവ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റിച്ച് വരും കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ വരെ സ്ലിറ്റ് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാലൻസ് വരുന്ന തുണി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 3/4 ചെയ്യുകയാണെങ്കിൽ നിങ്ങളിതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം, ആ ഒരു പോയിന്റ് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കോർണർ നോക്കി മാർക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു 3/4 സ്ലീവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചിപ്പൂന് ഇവിടെ ഫുൾ സ്ലീവ് വേണമെന്ന് നിർബന്ധം പറഞ്ഞ കാരണം ഞാൻ ആദ്യം 3/4 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ സ്ലീവ് വേണം, സ്റ്റിച്ച് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ സ്ലീവ് ഫുള്ളായിട്ട് ഇതുപോലെ ഓപ്പണൊക്കെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഫുൾ മാർക്ക് ചെയ്ത് വെച്ചു.
അപ്പോൾ തുണി കുറവാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ സ്ലീവ്. ഇനി നിങ്ങൾക്ക് ഫുൾ സ്ലീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിങ് വരുന്ന സൈഡിൽ നിന്ന് ഇതുപോലെ ജസ്റ്റ് ആദ്യം ഇവിടെ ഒരു ലൈൻ ഇട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ ഇവിടെ നിങ്ങൾക്ക് എത്ര സ്ലീവ് ലെങ്ത്ത് വേണം എന്നുള്ളത്, അപ്പോൾ ഞാനൊരു 23 എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് നമുക്കിവിടെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സീം അലവൻസും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ 6 ഇഞ്ച് കറക്റ്റ് ആം ഹോളിൻ്റെ ആ ഒരു പോയിൻറ്റും 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടതും മാർക്ക് ചെയ്ത് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ക്രോസ് മാർക്ക് ചെയ്യുക. സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കാറുണ്ടല്ലോ, അതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഒന്ന് താഴ്ത്തിയിട്ട് വരയ്ക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ആ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ള 1/2 ഇഞ്ച് കറക്റ്റ് ആവട്ടെ. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതാണ് അവിടെ 2 ലൈൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി സ്ലീവ് ഓപ്പണിങ്ങും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ലീവിൻ്റെ ആ ഷേപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ക്രോസ് പീസും അതുപോലെ തന്നെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാനുള്ളൊരു ചെറിയൊരു പീസും മാത്രമേ തുണി ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു 2.25 മീറ്റർ കൊണ്ട് നമുക്ക് ഫുൾ സ്ലീവ് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന നോർമലി ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ 4 പീസായിട്ടാണ് നമുക്ക് സ്ലീവ് കിട്ടുക. കണ്ടോ, ഇതുപോലെ കിട്ടുക. സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അവിടെ സെൻറ്ററിലായിട്ടൊരു സ്റ്റിച്ച് വരും. പക്ഷേ ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ അത് അറിയൊന്നുമില്ല കേട്ടോ, ഒരു സ്റ്റിച്ച് വരുന്നത് അറിയൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ 2 പീസായിട്ട് വരിക. ഇതിനെ തമ്മിൽ നമുക്കൊരു അരേഞ്ചിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഞാൻ ക്രോസ് പീസ് ബാക്ക് നെക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിങ് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പീസിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് അയൺ ചെയ്തെടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ വിടുന്നുണ്ട്. അപ്പോൾ ആ 1/2 ഇഞ്ചിൽ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്ത സമയത്ത് നെക്കിൻ്റെ പാറ്റേൺ വരച്ചിരുന്നില്ലേ, അതേ സെയിം മെത്തേഡിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഭാഗം കാണിക്കാണ്ടിരുന്നത്. സെയിം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നല്ല വശത്ത് ഇതുപോലെ ക്യാൻവാസ് പേപ്പർ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാനാണ്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. കോർണറൊക്കെ എത്തുമ്പോൾ നീഡിലിനെ കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കവിടെ ആ ഒരു കോർണർ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ ഫിനിഷിങ്ങിൽ വരും. നമ്മൾ കട്ട് ചെയ്തിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്ലോ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു ഷേപ്പിലൊക്കെ അടിച്ചെടുക്കണ്ടേ. അപ്പോൾ പതിയെ ചെയ്താൽ മതി കേട്ടോ. ഞാനതൊന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ ഒരു വീഡിയോസ് കണ്ടുവരുന്നവർക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പാറ്റേൺ അറിയുന്നതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ അറിയുന്നുണ്ടാവാം. എന്നാലും ഒന്നും കൂടി കണ്ടോ. ഓക്കെ, നമുക്ക് പഠിക്കാം. പിന്നെ ഇതുപോലെ 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോർണറൊക്കെ വരുമ്പോൾ കറക്റ്റ് ആ ഒരു എന്താ പറയുക സ്റ്റിച്ചുമേ തട്ടാതെ എന്നാൽ നമുക്ക് കട്ട് ചെയ്ത് അത് നന്നായിട്ട് മറഞ്ഞ് കിട്ടണം. ആ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ചെറിയ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക, നല്ല രീതിയിൽ മറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ അരികിൽ കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റിച്ച് ഇടാറില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് കാണുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് എപ്പോഴും ഹെമ്മിങ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്ത് കൂടി എടുത്താൽ സെറ്റാണ്. ബാക്കും ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് ചെയ്തെടുക്കണം. അപ്പം അത് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യണേ. എപ്പോഴും നമ്മൾ ക്രോസ് പീസ് വെച്ചാണല്ലോ ചെയ്യാറ്. അപ്പോൾ അതേ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന നെക്ക് വിഡ്ത്ത് എപ്പോഴും സെയിം ആയിരിക്കണം. 3.5 ആണെങ്കിൽ 3.5, 4 ആണെങ്കിൽ 4. ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസിൽ എത്രയാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അത് കറക്റ്റാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും കിട്ടുക. അതായത് 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും 3.5 തന്നെയായിരിക്കും നെക്ക് വിഡ്ത്ത്. പക്ഷേ തുണിയിൽ നമ്മൾ 3.5 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 1/2 ഇഞ്ചും കൂടിയും പോയിട്ട് 4 മാറും. അപ്പോൾ ക്യാൻവാസിൽ എടുക്കുന്നതിലും 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 1/2 ഇഞ്ചിൽ അടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതായത് ക്യാൻവാസിൽ നിങ്ങൾ 4 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നതെങ്കിൽ തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് 3.5 സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 4 കിട്ടണം. ഓക്കെ, അങ്ങനെ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് ചെറിയ കട്ടിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി രണ്ട് തുണിയുടെയും
നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഫിനിഷ് ചെയ്തടിക്കാറുണ്ടല്ലോ, അതുപോലെ ഫിനിഷിങ്ങിൽ വരുന്ന പോലെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 സമ്മർ സീരീസിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം അറിയുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും. അതിനുശേഷം ഇതുപോലെ നിവർത്തിയെടുക്കുക. 2 സൈഡിലെയും നെക്കിൻ്റെ ഭാഗം ഒന്ന് നിവർത്തിയെടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ എന്ന് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം, അതായത് ബാക്കിലെ ഒരു ക്രോസ് പീസ് വെച്ച് അടിച്ചില്ലേ, അതിനെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഫിനിഷായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ നെക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത ആ ഒരു ഷോൾഡറിൻ്റെ അതിലേ അടിച്ച് ആം ഹോളിൻ്റെ അവിടേക്ക് അവസാനിക്കുന്ന രീതിയിൽ അടിച്ച് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഇതേപോലെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് നിവർത്തി വെച്ച് നോക്കാം. നല്ല വശം ഇതാ കണ്ടോ, ഫ്രണ്ടിലെ നെക്ക് ബാക്കിലെ നെക്കൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് ഇപ്പോൾ നമുക്ക് 4 പീസായിട്ടായിരിക്കും ഉണ്ടാവുക. അതിനെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് 2 സ്ലീവാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ 2 ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ആ റേഞ്ചിലൊരു 2 സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ സ്റ്റിച്ചിട്ട സ്ഥലം. അങ്ങനെ പെട്ടെന്ന് അറിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അരയിഞ്ചിലൊന്ന് മടക്കുക, എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവിനെ ഇതേ മെത്തേഡിൽ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും വരത്തക്ക രീതിയിൽ വെക്കുക. അപ്പോൾ 2ൻ്റെ അവിടെയും സ്റ്റിച്ച് ജോയിൻ്റ് വന്നിട്ടുള്ളതുകൊണ്ട് കറക്റ്റ് സെൻറ്റർ അതുപോലെ നോക്കി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് പോവുക. 2 സ്ലീവിനെ നമുക്കിതുപോലെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫുൾ സ്ലീവാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തു, അതിനുശേഷം സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, സ്ലീവിൻ്റെയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നോക്കിയിട്ട് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി മൊത്തമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അത് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഒരു സൈഡിൽ നിന്ന് മൊത്തമായിട്ടൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അത് സ്ലീവ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ അടുത്ത സ്ലീവും കൂടിയും ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഷേപ്പിനനുസരിച്ച് നമ്മളിട്ട പോയിൻ്റ് ഉണ്ടല്ലോ, ഒരു നോട്ടിട്ട് വെച്ചിരുന്നില്ലേ ഹിപ്പിൻ്റെ ആ പോയിൻ്റ്, അവിടെ വരെ 2 സൈഡും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിൽ കൂടി ഷേപ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ആ ഒരു ഹിപ്പിൻ്റെ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് നിർത്തുക. വേണമെങ്കിൽ ഇത്രയും അടിച്ചിട്ടൊന്ന് ഇട്ട് നോക്കിക്കോട്ടോ. അപ്പോൾ ഷേപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ഇട്ട് നോക്കിയിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തണം. ഇനി ഞാൻ ബാക്കിലൊന്ന് ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് 15 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് താഴേക്കും ഇതുപോലെ കറക്റ്റ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചിലാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ റാൻഡംലി ഒന്ന് ജസ്റ്റ് വെറുതെ വരച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ വരച്ചതിന് ശേഷം ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വരയ്ക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതൊരു ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. കറക്റ്റിന് പോയിൻ്റ് പോലെ കൊണ്ടുപോയി കുത്തി നിർത്തണ്ട, ഒരു ഷേപ്പിലൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 സ്റ്റിച്ചിട്ട് എടുക്കുക കേട്ടോ. 2 ടക്കിൻ്റെ അവിടെയും ഈ ഒരു മോഡലിൽ ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ണം കുറവുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ടോപ്പ് ഇടുന്ന സമയത്ത് ബാക്ക് പോർഷൻ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നും, കറക്റ്റ് ഒരു ഷേപ്പ് അല്ലാതെ. നമ്മൾ സൈഡ് എത്ര ഷേപ്പ് ആക്കിയാലും ചിലപ്പോൾ അതൊരു നീറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കും. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കണം. അപ്പോൾ സ്ലിറ്റ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സൈഡ് 2 മടക്കി പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അയൺ ചെയ്തെടുത്തിട്ടൊക്കെ ചെയ്യാം. എളുപ്പത്തിൽ സ്ലിറ്റ് അടിക്കാനുള്ള 2-3 മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് അത് മാത്രം ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ.
ഇത് കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് സുഖമാണ്. ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ ഇരുന്നോളും. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് 2 അരേഞ്ചിൽ മടക്കി വരിക. എന്നിട്ട് ആ മുകളിലെത്തുമ്പോൾ ഇതുപോലെ നിർത്തി പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും അവിടെ നിർത്തി കറക്റ്റ് ആ അരേഞ്ചിൽ വീണ്ടും ഒന്നും കൂടി മടക്കി താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. സ്ലിറ്റ് അടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ കുറേ പേർക്ക് തെറ്റുന്നതും ചുളിവ് വരുന്നതും നീറ്റായിട്ട് കിട്ടാത്തൊക്കെ ഈ ഒരു ഭാഗമാണ്. നമ്മളത് ഒരു 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കാര്യം മാത്രമായിട്ട് 2-3 എളുപ്പവഴിയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് മനസ്സിലാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നൊക്കെ കുത്തി കൊടുക്കാം. ഒഴുകിപ്പോണ തുണിയൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കോട്ടൺ ഒന്നാകുമ്പോൾ വെറുതെ ജസ്റ്റ് നമ്മളൊന്ന് മടക്കിയിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്താൽ അതവിടെ ഇരുന്നോളും. ഞാൻ 2 സൈഡിലെ സ്ലിറ്റും അതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ താഴ്ഭാഗം ഉണ്ടല്ലോ, ടോപ്പിൻ്റെ താഴ്ഭാഗം, അവിടെ അരേഞ്ചിലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട്. ഇനി ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ഔട്ട്ഫിറ്റ്. ഫൈനൽ ലുക്ക് ഞാൻ ഫസ്റ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയുടെ എൻഡിലും ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്തേക്കാം കേട്ടോ. പിന്നെ അടുത്ത മോഡൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. നമ്മൾ 3 ചെയ്തു, ഇനിയും ബാക്കിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത മോഡൽ ഏതെങ്കിലും ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ആ സ്ലിറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ ഭാഗം കാണിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.